ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ കൊണ്ട് ബിസി ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു കണ്ടിന്യൂവേഷനും ആ ഒരു നമ്മൾ കുറച്ച് നാൾ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ എല്ലാ വീക്കിലും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോരോ ക്ലാസ്സുകളും ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഗ്യാപ്പ് വന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ സ്റ്റാർട്ടപ്പിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോയി. അതിനിടയ്ക്ക് എൻ്റെ ട്രേഡിങ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോയും കൂടി എടുക്കാൻ എല്ലാം കൂടി ഒരേ ടൈമിലായപ്പോഴത്തേന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി തൊട്ട് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നിഫ്റ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ, ഇമ്പോർട്ടൻറ്റ് ലെവൽസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞാനൊരു നെക്സ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡ്, ബിറ്റ്കോയിൻ, എത്തേറിയം അനാലിസിസ് വീഡിയോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ക്രിപ്റ്റോയും അതേപോലെ തന്നെ ഗോൾഡും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഇന്നത്തെ അല്ല നാളത്തേക്കുള്ള നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസത്തെ കണ്ടിന്യൂഷൻ ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രീവിയസ് ഡേയിൽ പറഞ്ഞ ലെവൽസിൽ മാർക്കറ്റ് ഇന്നത്തെ ദിവസം എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു, ഇന്നത്തെ ദിവസം എനിക്ക് വന്നിട്ട് എൻട്രി മോഡൽസ് എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ കുറേ നാളായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസിലോട്ട് പോകാം. എന്നിട്ട് ഈ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ഡേയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു രീതിയിലുള്ള എൻട്രീസോ കാര്യങ്ങളോ വല്ലതും മാർക്കറ്റിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാളത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലെവലാണ് 24,490 എന്ന് പറഞ്ഞ ലെവലും ഡൗൺ സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ലെവൽ 24,405 എന്ന് പറയുന്ന ലെവലുമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു 2 ലെവൽസിനെ ആയിരിക്കണം നിങ്ങൾ മൈൻഡിൽ ഫസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ലെവൽ. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലുള്ള ട്രേഡ്സുകൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റ് 24,405 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 24,328. ഈ ഒരു ലെവലും ഇതൊരു കീ ലെവലാണ്. ഈ ഒരു ലെവൽ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ലെവൽസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് പ്രീവിയസ് ചാർട്ടിലോട്ടോ കാര്യങ്ങളിലോട്ടോ നമ്മൾ ജസ്റ്റ് 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,324 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ് ആയിരിക്കാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണെങ്കിലും ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെർദർ ഡൗൺ സൈഡിലോട്ടാണ് വരുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് 24,325 എന്ന് പറഞ്ഞ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാർക്കറ്റ് ഇനി കംപ്ലീറ്റ്ലി ബെയറിഷ് മോഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സ്പെക്റ്റഡ് ആയിട്ട് മാർക്കറ്റ് 24,490 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിനെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം. വളരെ ചെറിയ പോയിൻറ്റ്സ് ആ ഒരു ഏരിയയിലുള്ളൂ. ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു 2 ഏരിയയെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, മാർക്കറ്റ് നെക്സ്റ്റ് ആയിട്ട് 24,700 24,755 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ മാർക്കറ്റിന് സെല്ലിംഗ് പ്രഷേഴ്സ് കാണിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റിന് നല്ല രീതിയിലുള്ള സെല്ലിംഗ് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
അധികം അപ്പ് സൈഡിലോട്ടുള്ള എൻട്രിയിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആവാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രിയിൽ മാക്സിമം അഗ്രസീവ് ആവാനായിട്ടും കൂടി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിഫ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ് ഇത്രയും ലെവൽസാണ്. പക്ഷേ ഈ ഒരു 2 ലെവൽസിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരും, നമുക്ക് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു വീക്കിൽ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള 1, 2, 3, 4 ഇത്രയും ലെവൽസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നാളത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലെവൽസിനെ എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ആഡ് ചെയ്യുക. ഇത് ഒരു എൻട്രി മോഡലോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റിന് നാളെ റെസ്പെക്റ്റ് ചെയ്യാൻ, മാർക്കറ്റിന് നാളെ ഈ ഒരു ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു പോസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്, നിങ്ങൾ ഏതൊരു രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളും ആകട്ടെ, നിങ്ങളൊരു SMC ബേസ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു ICT ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഏത് സ്റ്റൈൽ ഓഫ് ട്രേഡിങ് നിങ്ങൾ ചൂസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ലെവൽസിൽ നിങ്ങളുടെ എൻട്രി മോഡൽസ് വരുന്ന ടൈമിൽ നിങ്ങൾ ട്രേഡ്സുകൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്യുറസി നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡറിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഞാൻ എൻട്രി എടുക്കും, കുറേ ഇടത്ത് എനിക്ക് എൻട്രി വരുന്നുണ്ടല്ലോ, എവിടെയൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് മാർക്കറ്റിൽ കീ ആയിട്ട് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ലെവൽസിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ബേസിൽ ഒരു എൻട്രി മോഡൽ വന്നു ആ ഒരു ലെവലിലുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു RSI ഒരു 80 നിൽക്കുന്നു. അപ്പോൾ ഈ ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത്, ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമല്ല, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കീ ലെവലാണ്, ഈ ഒരു ലെവലിൽ താഴെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ ഹൈ RSIയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡൗൺ സൈഡിലോട്ട് വരുന്നതായിട്ട് പറ്റും. ഇനി പ്രൈസ് ആക്ഷൻ രീതിയിൽ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഇതൊരു ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും, ഫർദർ ഇനിയും മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിലൊക്കെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്ന ഒരു SMC ട്രേഡറിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു രീതിയിലും ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ICT ട്രേഡേഴ്സിന് അതേ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽസിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമ്മൾ ഇനി ഒരു സീരീസ് ആയിട്ട് ബിറ്റ്കോയിൻ, ഗോൾഡ്, എത്തേറിയം അതിൻ്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് വീഡിയോ ഒരു പ്രത്യേകം വീഡിയോ ആയിട്ട് തയ്യാറാക്കുന്നതായിരിക്കും. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, കാരണം നമുക്ക് നാളെ തൊട്ട് അത് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്, ബൈ.